സംയുക്ത മേനോൻ വീണ്ടും സിനിമയിലേക്ക് വരുന്നുവോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം സംയുക്ത മേനോനും ബിജു മേനോനും ഗുരുവായൂർ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസെല്ലാം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് എല്ലാ പ്രേക്ഷകരും ഇങ്ങനെ ചോദിക്കുന്നത്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ബിജു മേനോനും സംയുക്തയും പ്രണയിച്ച് വിവാഹിതരാകുന്നത്. അന്നു മുതൽ ആരാധകർ ഏറ്റവും അധികം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് സംയുക്തയുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് എപ്പോഴാണ് എന്ന്. മലയാള സിനിമയിലെ സൂപ്പർ നായികമാരായി തിളങ്ങിയിരുന്ന പലരും വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പതിവാണ്. അക്കൂട്ടത്തിൽ ചിലർ കുറച്ചു നാളുകൾക്ക് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങി വരാറുമുണ്ട്. അങ്ങനെ സിനിമയിൽ രണ്ടാം വരവ് നടത്തിയ നിരവധി നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. മലയാള സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നടൻ ദിലീപുമായി മഞ്ജുവിൻ്റെ വിവാഹം. വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിന്നിരുന്ന മഞ്ജു വിവാഹമോചനത്തിന് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത്. മഞ്ജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഭാവന, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിവരാണ് മഞ്ജുവിൻ്റെ മടങ്ങിവരവിനെ ഏറെ സഹായിച്ചതെന്ന് മഞ്ജു തന്നെ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില പത്രപ്രവർത്തകർ സംയുക്ത വർമ്മനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാണ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടി നൽകിയത് ബിജു മേനോനായിരുന്നു. അപ്പോൾ മറുപടി ഇതായിരുന്നു: തിരിച്ചു വരുമോ എന്ന് ചോദിക്കരുത്, കാരണം തിരിച്ചു വരാൻ അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. പിന്നെ പറഞ്ഞത്, നമുക്ക് ഒരുപാട് കുടുംബകാര്യങ്ങളില്ലേ, മോൻ്റെ കാര്യം നോക്കാനുണ്ട്, രണ്ടുപേരും കൂടി ജോലിക്ക് പോയി തുടങ്ങിയാൽ മോൻ്റെ കാര്യം ആര് നോക്കും, ഫാമിലിയും കൂടി നോക്കണ്ടേ എന്നാണ് ബിജു മേനോൻ പത്രപ്രവർത്തകരോട് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് മിക്കവരും പറയുന്നത് വെച്ചാൽ സംയുക്ത തന്നെയാണ് അഭിനയം വേണ്ടെന്ന് വെച്ചത് വിവാഹത്തിന് ശേഷം. കാരണം കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും നല്ല രീതിയിൽ നോക്കി, കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ നോക്കി കഴിയണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് താൽക്കാലികമായി വിവാഹത്തിന് ശേഷം അഭിനയം വേണ്ടെന്ന് വെച്ച തീരുമാനം എടുത്തത്.